പ്രശ്നങ്ങൾ തീരും. ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട്, സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് മാതൃകയുമുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ ജമാഅത്തിനെ പോലെ വിപുലമായിട്ടല്ലെങ്കിലും ഇതര മുസ്ലിം സംഘടനകളും അത്തരം ഇടപെടലുകൾ നടത്തിവരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിനും സാമൂഹിക പ്രശ്നങ്ങൾക്കും നൽകുന്ന അത്ര പ്രാധാന്യം മതരംഗത്തെ വിശ്വാസപരമായ പൊതുജീർണതകൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കുന്നത് കാണുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് സമ്പൂർണ്ണ പ്രസ്ഥാനമായി നിങ്ങൾക്ക് അവകാശപ്പെടാനാവുക? ഇത് നീക്കിവെക്കുന്നത് കാണണമെങ്കിൽ തെരുവിൽ കലാപരിപാടി നടത്തണം. തെരുവിൽ കലാപരിപാടി നടത്തിയെങ്കിലേ നീക്കിവെക്കുന്നത് കാണാൻ പറ്റൂ. എല്ലാം തെരുവിൽ തന്നെ കാണിക്കണമെന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിലുള്ള മുസ്ലിം സമൂഹത്തിന്റെ ജീർണതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തെരുവിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു സ്ഥലത്തും ഷിർക്കിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ, മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കെതിരെ എന്ന പേരിൽ പൊതുവായി ഒരു പരിപാടിയും പബ്ലിക് റോഡിൽ സംഘടിപ്പിക്കാറില്ല. അത്തരം പരിപാടികളെല്ലാം അത് ആഭ്യന്തരമായി മുസ്ലിം സമുദായത്തിന്റെ ആഭ്യന്തര പ്രശ്നമാണ്. അത് പൊതുവേദിയിൽ അലക്കുക എന്ന് പറയുന്നത് ജമാഅത്തിന്റെ ശൈലിയല്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ഒരു ബഹുസ്വര സമൂഹത്തിൽ നിന്നുകൊണ്ട് ചില സലഫി സുഹൃത്തുക്കളൊക്കെ പ്രസംഗിക്കുന്നത് കേട്ട് കഴിയുമ്പോൾ അടുത്തു നിൽക്കുന്ന നമ്മളോട് ചോദിക്കും, ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത്? ഇടയ്ക്കിടയ്ക്ക് തൗഹീദ് പറയും, ഇടയ്ക്കിടയ്ക്ക് ഷിർക്ക് പറയും, ഇടയ്ക്കിടയ്ക്ക് തഖ്ലീദ് പറയും, ഇടയ്ക്കിടയ്ക്ക് ഇജ്തിഹാദ് പറയും. ഇത് വളരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ പറയുന്നത് എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാനും തിരിച്ചു ചോദിച്ചു. അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. എന്താണ് ഇദ്ദേഹം പറയുന്നത്? ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്ന. കാരണം ഇതിവിടെ പറയേണ്ടതല്ല. 30, 40, 50, 60% ആളുകൾ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരല്ലാത്ത പൊതുവേദികളിൽ പബ്ലിക് മീറ്റിംഗിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുക എന്നത് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ശൈലിയല്ല. കാരണം അതിൽ ബഹുഭൂരിഭാഗം വരുന്നവരും അതിന്റെ പ്രബോധിതരല്ല, അതുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ടവരല്ല. മറ്റൊന്ന്, ഇത് മുസ്ലിം സമൂഹത്തിന്റെ ആഭ്യന്തരമായ ശൈഥില്യം പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. സാധാരണ ഒരു നാടൻ പഴഞ്ചൊല്ലുണ്ട്, അവനവന്റെ പല്ല് തന്നെ കുത്തി അതിന്റെ നാറ്റം മറ്റുള്ളവരെ അറിയിക്കുക. അതറിയിക്കേണ്ട കാര്യമില്ല. അത് വീട്ടിൽ പോയി ബ്രഷ് എടുത്ത് ബാത്റൂമിൽ കയറി മാന്യമായി തേക്കുക എന്നതല്ലാതെ നമ്മൾ അത് പൊതു റോഡിൽ പബ്ലിക് ബസ് സ്റ്റാൻഡിലല്ല നമ്മൾ സാധാരണ പല്ല് തേക്കുക, നമ്മൾ സാധാരണ കുളിക്കുക. നമ്മൾ കുളിക്കുന്നത് വീട്ടിലാണ്. അതുകൊണ്ട് നമ്മുടേതായ ആഭ്യന്തര പ്രശ്നങ്ങൾ ജമാഅത്തെ ഇസ്ലാമി അത് കൈകാര്യം ചെയ്യുന്നത് വളരെ ശാന്തമായിട്ടാണ്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരിൽ ആരിലും തന്നെ ഇത്തരം ശിർക്ക് ബിദ്അത്തുകൾ ഒന്നും തന്നെയില്ല. വളരെ ശാന്തമായ രൂപത്തിൽ സാമൂഹ്യ കാലുഷ്യമുണ്ടാക്കാതെ മുസ്ലിം സമൂഹത്തിന്റെ ഇമേജ് തകർക്കാതെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ തെരുവിൽ ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സമൂഹത്തിൽ ശൈഥില്യം ഉണ്ടാക്കിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിന് ഇമേജ് തകർത്തുകൊണ്ട് തന്നെ വേണം ഇത് നിർവഹിക്കാൻ എന്ന ശാഠ്യം ആവശ്യമില്ല. അതും കൂടി, അത് സലഫി സുഹൃത്തുക്കളും കൂടി ഒഴിവാക്കണം എന്നതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആവശ്യം. അപ്പോൾ തിരിച്ചാവശ്യപ്പെടുന്നത് അത് ജമാഅത്തും കൂടി അത് ചെയ്യണം എന്നാണോ? ജമാഅത്ത് അത് തികച്ചും ആഭ്യന്തരമായ വേദിയിലാണ് അത്തരം കാര്യങ്ങൾ നിർവഹിക്കുക. അതുകൊണ്ടാണ് അത് തെരുവിൽ കേൾക്കാത്തത്. മറ്റത് തെരുവിൽ മുഴങ്ങി കേൾക്കുന്നു. പുറത്തു പറയേണ്ടത് പുറത്തും അകത്ത് പറയേണ്ടത് അകത്തും എന്നുള്ള വിവേചനം എന്ന് മുസ്ലിം സമുദായത്തിനുണ്ടാകുന്നു. അന്നേ മുസ്ലിം സമൂഹത്തിന്റെ ഇമേജ് മെച്ചപ്പെട്ടു നിൽക്കൂ. അല്ലെങ്കിൽ ഈ ആളുകൾ മുഴുവൻ ഇതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും.